ഹലോ, ഞാനിപ്പോ വന്നിട്ടുണ്ട് കേട്ടാ. 2 ദിവസമായി വന്നിട്ട്. ഇന്നലെ വിചാരിക്കുന്നത് വിളിക്കണം. സമയമില്ലേ, അന്നും അങ്ങനൊന്നുമില്ലല്ലോ. ഞാൻ ഇന്നലെ 9 മണി എടുക്കുമ്പോ പെങ്ങള് വന്നിട്ടുണ്ട് നിൽക്കേ. ആ, അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു. അല്ലെ പിന്നെ എല്ലാം ഉള്ള പണിയെല്ലാം ഞാൻ എടുത്തു കൊടുക്കേണ്ടി വരും. ഒരു ഗ്ലാസ് ചായ വരെ വെക്കൂല. ആര്? അമ്മയാ. അമ്മക്കോളെ കാണുമ്പോഴത്തേക്ക് പേടിയാണേ. ഓള് രാവിലെ എണീച്ച് വരുമ്പോഴത്തേക്ക് ചായ റെഡിയായിരിക്കണം. ഭയങ്കരാണ്. ഓള് വന്നോണ്ട് ഞാനിങ്ങോട്ടേക്ക് വന്നു. വീടിയാ? ആ, വീടിയുണ്ട്. എന്റെ അവളെന്നെ പരിപാടിയുണ്ട്. ആ ആ, ശരിയാണ് എന്നാല്. അതെയാ? ആ, ആയിക്കോട്ടെ. കുറച്ചെന്നെ വിളിക്കാം എന്നാല്. തിരക്കാണെന്ന് വെച്ചാൽ മതി. ആ, ശരി. ആ, നിനക്ക് നിന്റെ ബെഡ്ഷീറ്റും തുണിയെല്ലാം നിനക്ക് തന്നെ ഇറക്കിക്കൂടെ? നീ എന്തിനാ അതെല്ലാം അമ്മക്ക് ഇട്ട് കൊടുക്കുന്നത്? ഞാനങ്ങനെ അമ്മേനെ ഒറ്റക്കൊന്നും ആക്കല്ലേ ചേച്ചി. ഇവിടെ പിന്നെ അടുക്കളയിലും പണിയുണ്ടല്ലോ. അമ്മ പറഞ്ഞ് ഞാൻ അലക്കിക്കോളാന്ന് പറഞ്ഞോണ്ടാ നീ അടുക്കളയിലെ കാര്യം നോക്കിക്കോന്ന് പറഞ്ഞോണ്ട്. പിന്നെ മോളുണ്ടല്ലോ, ഓളെയും കൊണ്ടാവുന്നതല്ലേ എനിക്ക് എടുക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിലും നിനക്ക് എല്ലാത്തിനും 100 നാവാന്നല്ലോ തിരിച്ചു പറയാൻ വേണ്ടിട്ട്. ഞാനിവിടെ 2 ദിവസമായിട്ട് കാണുന്നുണ്ടല്ലോ നിന്റെ പണിയെന്നാന്ന്. മാമി കുറച്ച് വെള്ളം തരുക. മോനെ ഒന്ന് അമ്മയോട് പറയാ, മാമീന്റെ കയ്യിലെ സോപ്പാണ്. അതെന്താ? സോപ്പ് കഴുകിയാ പോവൂലേ? സോപ്പ് കഴുകിയിട്ട് 1 ഗ്ലാസ് വെള്ളം ആ കുട്ടിക്ക് എടുത്തു കൊടുത്താലെന്നാ നിന്റെ വളയൂരി പോവാ. ജഗ്ഗും ഗ്ലാസ് കൊടുത്ത് നീ ചേച്ചിക്ക് ലേശം വെള്ളം എടുത്തു കൊടുത്താലെന്നാ? അതിന് ഇത്രയെല്ലാം വർത്താനം പറയണോ? ഓഹോ, അന്നാകിടെ ഒച്ചയും ബഹളെല്ലാം കേൾക്കുന്നു. ഗ്ലാസും ജഗ്ഗുവെല്ലാം നിന്റെ തന്നെ ഉണ്ടായിട്ടില്ലേ? അതിന് ഈ 1 തുള്ളി വെള്ളം എടുത്തു കൊടുക്കാൻ ഇത്ര കൊച്ചോശലാക്കണം നിങ്ങൾ രണ്ടാളും കൂടി? അല്ലെങ്കിലും ഇവള് വന്നേ പിന്നെ നിങ്ങൾക്ക് അന്നെ ഇഷ്ടമല്ലല്ലോ, ഓളോടല്ലേ ഭയങ്കര ഇഷ്ടം. അനക്കല്ലെങ്കിലും മോള് മോനോട് എന്നുള്ള വേർതിരിവൊന്നും ഇല്ല കേട്ടാ. രണ്ടാളും അനക്ക് ഒരുപോലെ തന്നെ. നീ അന്ന് പെങ്ങള് നിൽക്കാൻ വന്നോണ്ടല്ലേ നീ ഓടിപ്പിടിച്ചിങ്ങ് വന്നത്. അതുപോലെ തന്നെ ഓളും പറഞ്ഞിന്, അമ്മ ഞാൻ 2 ദിവസം പോട്ടെ വീട്ടിൽ നിന്ന്. അപ്പൊ നീ ഏച്ചി വരുന്നുണ്ടല്ലോ, ഏച്ചി വന്നിട്ടാകുമ്പോ ഒപ്പം 2 ദിവസം നിൽക്കാലാന്ന് പറഞ്ഞിട്ടാണ് ഓളിവിടെ നിന്നിട്ടുള്ളത്. എന്നിട്ട് നീ ഓളെ മേക്ക് കയറിക്കിട്ട് അതും ഇതും പറയലാ. അപ്പോഴത്തേക്ക് നീ പായസവും വെച്ചാ? ഞാനങ്ങനെ മനഃപൂർവ്വം അടിയാക്കാൻ വേണ്ടി നിന്നൊന്നല്ല ചേച്ചി. പിന്നെ ഞാനും 2 ദിവസമായി വീട്ടിൽ പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കണം. അമ്മ പറഞ്ഞു ഏച്ചി വരുന്നുണ്ട്. എന്നിട്ട് കുട്ടികളെപ്പരം ഏച്ചീൻ്റെ അപ്പരെല്ലാം കുഞ്ഞുമോക്കും അതൊരു സന്തോഷമല്ലേ എന്ന് വെച്ചിട്ട് എടുത്തന്നെ നിന്നതാണ്. ഏച്ചി വന്ന് 2 ദിവസം നിന്ന് പോയിട്ടാകുമ്പം പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ മനസ്സിലൊന്നും വെച്ചിട്ടൊന്നും പറയുന്നൊന്നുമല്ല. ഏച്ചി ഇങ്ങനെ മനസ്സിൽ പോലും വിചാരിക്കാത്തത് നമ്മളോട് പറയുമ്പം ആ ഒരു വിഷമം വരുമ്പം പറഞ്ഞു പോകുന്നതാണ്. ചേച്ചി ഒന്നും വിചാരിക്കില്ലേ? 2 കൈയും മുട്ടിയാലേ ഒച്ചയുണ്ടാവുമെന്ന് അമ്മ എപ്പോഴും പറയുന്നുണ്ട്. അത് സത്യമാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നീ ക്ഷമിക്കണം കേട്ടോ. മക്കളെ വേർതിരിച്ച് കാണുന്ന ഒരു അമ്മയാണെങ്കിൽ ഇപ്പൊ ഇവിടെ എന്ത് കലമ്പുണ്ടായിട്ടുണ്ടാവല്ലേ? എൻ്റെ അമ്മ എല്ലാവരും ഒരുപോലെ കാണുന്നു. മോളായാലും മോൻ്റോളായാലും എല്ലാവരും ഒരുപോലെയാണ് കാണുന്നത്. ശരിക്കും പണ്ടുള്ളവർ പറയുന്നത് സത്യമാണ്. ഒരു വീടിൻ്റെ വിളക്ക് സ്ത്രീ തന്നെയാണ്. നമ്മുടെ വീടിൻ്റെ വിളക്ക് നമ്മളെ അമ്മയാണ്.